നമസ്തേ. ജാതി സെൻസസ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മുഖ്യകക്ഷിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയാണ് അതിനെ വലിയൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. എന്തോ വലിയ കാര്യം പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാരുമായി ആർക്കുമായി പട്ടികവർഗക്കാർക്കുമായി ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. മോദിയോ BJPയോ അല്ലെങ്കിൽ അവർക്ക് ആശയപരമായിട്ടുള്ള പിന്തുണ നൽകുന്ന RSSോ ഒന്നും ആ തരത്തിൽ ചിന്തിക്കില്ല. ഈ പിന്നോക്ക സമുദായങ്ങളെ അകറ്റി നിർത്തുകയാണ്. ഇവരെല്ലാം BJPയും അതുപോലെ തന്നെ RSSും ഒക്കെ വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധികളാണ്, അവരെ അകറ്റി നിർത്തണം എന്നുള്ള ആ ഒരു ധ്വനി ഈ വാഗ്ദാനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്താണ് ഈ ജാതി സെൻസസ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? അത് രാഹുലിൻ്റെ ചില പ്രസ്താവനകളിൽ നിന്ന് അവരുടെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു പരാതിയായിട്ട് പറയുന്നത് കേന്ദ്ര സെക്രട്ടറിമാരിൽ 93 പേരെ കണ്ടുണ്ട്, അതിൽ 1-2 പേര് മാത്രമേ പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ളൂ എന്നാണ്. അത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ? അതുപോലെ വ്യവസായികളിൽ വളരെ കുറച്ച് പേര് പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഈ പറച്ചില് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവരുടെ പാർട്ടിയിൽ ഇങ്ങനെ പിന്നോക്ക സമുദായങ്ങൾക്ക് അവരുടെ ഒരു നിലവിലുള്ള ജനസംഖ്യയുടെ അനുപാതം അനുസരിച്ച് ആനുപാതികമായിട്ടുള്ള അവസരങ്ങൾ അവരുടെ പാർട്ടിയിൽ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നും. ഇത്രയും ഒരു സ്നേഹപ്രകടനം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നോക്ക സമുദായക്കാരോടൊന്നും യാതൊരു സ്നേഹവുമില്ല. ഇവരുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലാകട്ടെ, മന്ത്രിമാരെയോ മുഖ്യമന്ത്രിമാരെയോ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാകട്ടെ, ഇവരിങ്ങനെയുള്ള സംവരണ തത്വങ്ങളൊന്നും അല്ലെങ്കിൽ പിന്നോക്ക സമുദായക്കാരോടുള്ള സ്നേഹമൊന്നും പരിഗണിക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ അനുഭവവും അത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇവരിത് കൊണ്ടുവരുന്നത്? ആളുകളെ പറ്റിക്കാനാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശ്യം? ഈ സെൻസസ് നടത്തി കഴിഞ്ഞാൽ എന്താണ് വെളിവാകാൻ പോകുന്നതെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. ഓരോ ജാതിയിലും ഇത്ര പേര് വീതം ഉണ്ട്, എന്നിട്ട് ആ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സർക്കാർ ഉദ്യോഗങ്ങൾ ഇത്ര ശതമാനമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 10% സെൻസസ് അനുസരിച്ച് 10% ജനസംഖ്യയുള്ള ഒരു ജാതിക്ക് 10% ജോലി സർക്കാർ സർവീസിൽ കിട്ടുന്നില്ലെങ്കിൽ അത് 10% കൊടുക്കുമോ ഇവർ? അതാണ് നമുക്കറിയാനുള്ളത്. 10% കൊടുക്കുമോ? അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റിസർവേഷൻ എന്ന് പറയുന്നത് എത്ര ശതമാനം ആകണം? 50% ലിമിറ്റേ പാടുള്ളൂ എന്ന്. ജാതി റിസർവേഷന് 50% ലിമിറ്റേ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. 1992 ഒരു ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി അത് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ചില സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ 69% വരെ കൊടുത്തിരിക്കുകയാണ്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയുമാണ്. അപ്പൊ ഇവരുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഇവരുടെ വാഗ്ദാനപ്രകാരം ജാതി സെൻസസ് നടത്തുകയും ഇവർ ഭരണഘടനയിൽ ഇതിനുള്ള വ്യവസ്ഥകൾ എഴുതി ചേർക്കുകയും, ഭരണഘടനയിൽ അങ്ങനെ ശതമാനക്കണക്കൊന്നും ജാതി സംവരണത്തിന് പറഞ്ഞിട്ടില്ല, സൂയിറ്റബിൾ റിസർവേഷൻ നടത്താമെന്നുള്ളതാണ്, ഒരു ക്വാണ്ടം ഓഫ് റിസർവേഷൻ നടത്താമെന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അവർക്ക് മതിയായ ഒരു പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള റിസർവേഷൻ ഈ പിന്നോക്ക സമുദായക്കാർക്കും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനും കൊടുക്കാം എന്നാണ്. അത് ജാതീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഗണിച്ചാണ് അത് ചെയ്യുന്നത്. ഇനി ഇവര് ഈ പറയുന്ന പ്രകാരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 50% പാടുള്ളൂ സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇവര് ഭരണഘടനയിൽ മതിയായ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ട് 50-ൽ കൂടുതൽ റിസർവേഷൻ ഉറപ്പിക്കുന്നത് 69, 70, 80 ഒക്കെ ആക്കിയെന്നിരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ? സുപ്രീം കോടതിയിൽ എതിരായിട്ട് മറ്റ് 69-നാക്കിയതിന് എതിരായിട്ട് കേസ് നടക്കുകയാണ്. അപ്പൊ അത് ഇവർക്ക് പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റും. സുപ്രീം കോടതിയിൽ ആളുകൾ കേസിന് പോകില്ലേ? അപ്പൊ ഇത് ഒരിക്കലും ഒരു തീരുമാനത്തിൽ, ഫൈനലായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയില്ല എന്നുള്ളത് ഇവർക്ക് അറിയാം. അപ്പം ആളുകളെ പറഞ്ഞ് മോഹിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തുക.
പിന്നെ ആ കാര്യം ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളത് ഇവർക്കറിയാം. എന്ന് വെച്ചാൽ ഇത് ഉടക്കായിരിക്കും പിന്നീട്. ആ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മോഹങ്ങൾ നൽകി ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നോക്ക സമുദായങ്ങളും പട്ടികവർഗക്കാരും നോക്കേണ്ട, പരിഗണിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇത് നടക്കാൻ പോകുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 50% റിസർവേഷൻ ജാതി അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നതിൽ പല സംസ്ഥാനങ്ങളും, കേരളം ഉൾപ്പെടെ, കേരളത്തിലും ഉണ്ട് മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാന സംവിധാനം കൊടുത്തിരിക്കുക, സംവരണം കൊടുത്തിരിക്കുകയാണ്. ഈ 50% ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ കൊടുത്തിരിക്കുന്ന സംവരണം. ഭരണഘടനാ വിരുദ്ധമാണത്. 50% ജാതീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥയ്ക്കാണ് ഈ റിസർവേഷൻ കൊടുക്കുന്നത്. അല്ല, മതപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് റിസർവേഷൻ കൊടുക്കണമെന്ന് ഇവിടെയും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇത് പല സംസ്ഥാനങ്ങളിലും ഇത് പിന്നോക്ക സമുദായങ്ങൾക്കുള്ള റിസർവേഷൻ ക്വാട്ട വർദ്ധിപ്പിച്ചിട്ട് അതിനകത്ത് മുസ്ലിങ്ങളെ കൂടി, അതായത് ഒരു മതവിഭാഗത്തെ കൂടി അവിടെ പിന്നോക്കാവസ്ഥയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അവർക്കും കിട്ടും. അപ്പൊ കൂടുതൽ അവർ കൊണ്ടുപോകും. ഇത് ഹിന്ദു മതത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ പേര് പറഞ്ഞ് മറ്റു മതങ്ങളിലെ ആളുകൾക്ക് റിസർവേഷൻ കൊടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഇതിനകത്ത് വരുന്ന, അതായത് പിന്നോക്കാവസ്ഥയുടെ പേര് പറഞ്ഞ് ഹിന്ദു മതത്തിലെ വിവിധ വിഭാഗങ്ങളെ പറ്റിക്കുകയും മതന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ, അതായത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം നൽകുകയും ചെയ്യുക എന്നുള്ള ഗൂഢതന്ത്രമാണ് ഇവർക്കുള്ളത്. ഇതാണ് ഒരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ, ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മത അനുയായികളെ വിവിധ ചെറു ഗ്രൂപ്പുകളെ വിഭാഗങ്ങളായിട്ട് തിരിച്ച് അവരെ തമ്മിലടിപ്പിച്ച് ഹിന്ദു മതത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ഉദ്ദേശ്യം. അതാണ് അവരുടെ എല്ലാ പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാളയമാൻ പറയുന്നത് ജാതി സെൻസസ് നടത്തണം. അയാൾക്ക് ജാതിയും സെൻസസും ഇതും തമ്മിലുള്ള, അങ്ങേർക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം? അയാൾ ഏതെങ്കിലും ജാതികളുള്ള ആളാണോ? ഹിന്ദുമതത്തിനോട് ചേർത്തല്ലേ ജാതികളെ കുറിച്ച് പറയുന്നത്? സത്യം എന്തായാലും ഹിന്ദുമതത്തോട് ചേർത്താണ് പറയുന്നത്. ഈ നാട്ടിൽ, ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന ആളുകളിൽ ഹിന്ദു മതവിശ്വാസികളായവരിലാണ് ജാതി സമ്പ്രദായം ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പൊ അവരെ പല വിഭാഗങ്ങളായിട്ട് ഭാഗിച്ച് ദളിതരെന്നും സവർണരെന്നും അവർണരെന്നും അങ്ങനെ വരേണ്യരെന്നും ഒക്കെ വിഭജിച്ച് അവരെ തമ്മിലടിപ്പിക്കുക. എന്നിട്ട് ദളിതരുടെക്കൊപ്പം ഞങ്ങൾ, പിന്നോക്കക്കാർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. ഇതാണ് അവരുടെ പരിപാടി. ഇതാണ് അവരെ വീണ്ടും വീണ്ടും അവര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ ആശയമാണ്. അതായത് ദളിതരെ, അല്ലെങ്കിൽ ദളിതരെന്ന് പറയപ്പെടുന്നവര്, ഞാൻ ദളിതരെന്ന് വിളിക്കത്തില്ല, അതായത് ദളിതരെന്ന് പറയപ്പെടുന്നവര് അല്ലെങ്കിൽ പിന്നോക്ക സമുദായക്കാര്, വരേണ്യവർഗമെന്ന് അവര് വിളിക്കുന്ന ആൾക്കാർക്കെതിരെ തിരിക്കുക. അങ്ങനെ ഹിന്ദുക്കളെ പല വിഭാഗങ്ങളായി തിരിക്കുക, തമ്മിലടിപ്പിക്കുക. ഹിന്ദു വിഭാഗങ്ങളെ, ഹിന്ദു മതത്തെ പരസ്പരം തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുക. ആ സ്ഥാനത്ത് അവർ കയറി ആധിപത്യം സ്ഥാപിക്കുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നതും റിസർവേഷൻ ശതമാനം ഞങ്ങൾ ഉയർത്തുമെന്ന് പറയുന്നതും. എന്നിട്ട് ആ പരിധിയിലൂടെ പല വിധമായിട്ടുള്ള അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഊറ്റിയെടുക്കുകയും ചെയ്യുക. ഊറ്റിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇത് ന്യൂനപക്ഷ സമുദായത്തെ, അതായത് മുസ്ലിം വിഭാഗത്തെ കൂടി പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുത്തി ഭരണഘടനാ വിരുദ്ധമായിട്ട് അവർക്ക് കൂടി ഒരു ആനുകൂല്യങ്ങൾ നൽകുക, സംവരണ ആനുകൂല്യങ്ങൾ നൽകുക. ജോലിയിലും വിദ്യാഭ്യാസ പ്രവേശനങ്ങളും സ്ഥാപനങ്ങളിലെ പ്രവേശനങ്ങളിലും അവർക്ക് കൂടി മുൻഗണന നൽകുക, റിസർവേഷൻ നൽകുക. ഇതാണ്. അപ്പൊ ഈ ഏറ്റവും വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക, അതിന് ദളിതനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ പിന്നോക്കക്കാരനൊപ്പം നിൽക്കുക. എന്നിട്ട് പറയുക, ഞാൻ കണ്ടില്ലേ ഈ ഒരു വരേണ്യവർഗക്കാരാണ്,
അല്ലെങ്കിൽ സവർണരാണ്, ഈ അവർണരെ ചവിട്ടി തേക്കുകയാണ്. പണ്ട് ഇങ്ങനെ ചവിട്ടി തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ എതിർക്കണം. ഈ വരേണ്യർ നിങ്ങളുടെ ശത്രുക്കളാണ്, നിങ്ങൾ അവരെ എതിർക്കുക. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങൾക്ക് വേണ്ട അതുപോലെ പൈസയും അതും എല്ലാം എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. അങ്ങനെയാണല്ലോ ഇവിടെ മതില് കെട്ടാൻ, നവോത്ഥാനം വരുത്താൻ, മതില് കെട്ടാൻ പർദ്ദയാണ് പെണ്ണുങ്ങളെയാണ് അവർ വിട്ടിരിക്കുന്നത്. എന്ത് നവോത്ഥാനമാണ് അവർ വരുത്തുന്നത്? എന്ത് ഉത്ഥാനമാണത്? പർദ്ദ. എന്തൊരു ഹോഷ്കാണ് ഇതൊക്കെ. അപ്പൊ അവർക്ക് ഭയങ്കര താല്പര്യമാണ് എന്നുവെച്ചാൽ തമ്മിലടിപ്പിക്കുക. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കും, ഭയങ്കര പുരോഗമനം വേണം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. 10 വയസ്സ് താഴെയും 60 വയസ്സ് 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് അവിടെ പ്രവേശനം. ഈ ഒരു പെണ്ണുങ്ങളെ ദേവാലയങ്ങളിൽ കയറ്റുക പോലും ചെയ്യാത്തവരാണ് ഈ ഇവിടെ വന്നിരുന്ന നവോത്ഥാനം വേണമെന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഈ ചെറിയ കാര്യം കൊണ്ടുവരുന്നത്, അവര് ഒരു വലിയ ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നു. പിന്നോക്കക്കാരോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട്, അദമ്യമായിട്ടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് വേണ്ടി വലിയൊരു സേവനം ചെയ്യാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ ജാതി സെൻസസ് എടുക്കുന്നു. എന്നിട്ട് ഞങ്ങൾ റിസർവേഷൻ ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് അതനുസരിച്ച് ഞങ്ങൾ റിസർവേഷൻ കൊടുക്കും. അപ്പൊ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണോ കൊണ്ടുവന്നിരിക്കുന്നത്? നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ പ്രായോഗികമായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. ഇനി അങ്ങനെ റിസർവേഷൻ ശതമാനം വർദ്ധിപ്പിച്ചാൽ പോലും, നടപ്പിലാക്കാൻ പറ്റിയാൽ പോലും അതിൻ്റെ വിഹിതം ചെന്ന് വർദ്ധിത വിഹിതം ചെന്ന് ചേരുന്നത് മതന്യൂനപക്ഷത്തിനായിരിക്കും, മുസ്ലിം വിഭാഗത്തിനായിരിക്കും. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടത്. കേരളത്തിലെ ഈഴവ സമുദായത്തോട് തുല്യമായിട്ടുള്ള ഒരു റിസർവേഷൻ മുസ്ലിം വിഭാഗത്തിനും ഉണ്ട്. ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന ജാതി വിവേചനം ത്തിന്റെ കെടുതികൾ അനുഭവിച്ച വിഭാഗങ്ങളാണ് ഈ പിന്നോക്ക സമുദായങ്ങൾ എന്ന് പറയുന്നത്. പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ അന്ന് ആചരിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ഇന്നും കാണുമായിരിക്കും. പക്ഷെ അതിനെയൊക്കെ ഭരണഘടന പ്രകാരം തന്നെ ഈ 1950 ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ആ വിവേചനങ്ങളെല്ലാം അവസാനിച്ചു. ഇനി ആരെങ്കിലും അങ്ങനെ വിവേചനം നടത്തുന്നുണ്ടെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ്, അവർക്കെതിരെ കേസിന് പോകാൻ ശിക്ഷിക്കപ്പെടും അവര്. ഇതറിയാതെ ഇതിപ്പോഴും കുറെ ആളുകൾ അയ്യോ നീ അവർണനാണ്, മറ്റേ സവർണൻ നിന്നെ ആക്രമിക്കും, സവർണൻ നിന്നെ നിന്ദ്യമായിട്ട് കാണുന്നതൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുക. അതിന് കുറെ മാധ്യമങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ജാതി സെൻസസ് അപകടമാണ്, പിന്നോക്കക്കാരുടെ ശവക്കുഴി തോണ്ടുന്നതിനുള്ള ഒരു ഗൂഢപദ്ധതിയാണ്. ഹിന്ദുമതത്തിൻ്റെ ശത്രുക്കളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അവർക്ക് ഹിന്ദുമതം തകർക്കണം, ഇതാണ് അവരുടെ ഉദ്ദേശ്യം. അതിൻ്റെ പിണിയാളുകളാണ് ഈ ജാതി സെൻസസ് നടത്തും എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുന്നിട്ട് വരുന്നത്. ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.